അപ്പോൾ ജനറൽ ബോഡിയിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ വന്നു, ചോദ്യം ചെയ്യലുകൾ വന്നു. ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇവർ ഒരു സാദിഖലി തങ്ങളെ കത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരെ അങ്ങനെ വട്ടം കറക്കുകയാണ് ചെയ്തത്. തൃശ്ശൂർ ജില്ലയിലെ സമസ്തയുടെ നിഷ്കളങ്കരായ പ്രവർത്തകർ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഈ തരികിടകളെക്കുറിച്ച് യാതൊരു ബോധവും അവർക്ക് ലഭിച്ചിട്ടില്ല, യാതൊരു കാര്യവും അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പണ്ട് ഹൈദരലി തങ്ങൾ വഫാത്തായ സമയത്ത് സാദിഖലി തങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കാലിയാക്കാൻ വേണ്ടിയിട്ട് ചില നീക്കങ്ങളൊക്കെ നടന്നപ്പോൾ ഇനിയിപ്പോൾ ആ ചങ്ങായനെ നമ്മൾ തലയിൽ ഏറ്റിയോ നടക്കേണ്ടി എന്ന് ചോദിച്ച ആളാണ് ഞമ്മൾക്കൊക്കെ ഇപ്പോൾ പാണക്കാട് പൈതൃകം പഠിപ്പിച്ചുകൊണ്ട് വളർന്നു നടക്കുന്നത്. പിന്നെ നിങ്ങൾ അതിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് അറിയേണ്ടതുണ്ട്. അതായത് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ ഈ കളികൾ നടത്തുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ? അതുകൂടി ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിനൊക്കെ ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു എന്ന് ദൃക്സാക്ഷി സഹിതം സാക്ഷികൾ കേട്ട ആളുകൾ കൃത്യമായിട്ട് പറയാൻ തയ്യാറാവും. അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ട, നമ്മൾ ആ ഭാഗത്തേക്കൊന്നും കിടക്കണ്ടാവും. അതായത് അസ്ഹർ ഉസ്താദ് ശരിക്കും അത് പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി. അല്ല, അത് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട് ഫൈസി. തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിലെ സമസ്തക്കാരെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ചില സമസ്തക്കാരാന്നും പറഞ്ഞു നടക്കുന്ന ഈ പകുതി രാഷ്ട്രീയക്കാർക്ക് തീരെഴുതി കൊടുത്തിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയം സംരക്ഷിക്കാൻ വേണ്ടി സമസ്തക്കാരാണ് തൽക്കാലം പറഞ്ഞു നടക്കുകയും മഹല്ല് കമ്മിറ്റിയിൽ മെമ്പർഷിപ്പിന് വേണ്ടി ഒരു സമസ്തക്കാരെന്ന് ലേബൽ ഒട്ടിക്കുകയും ചെയ്യുന്ന ആ ജാതി ആളുകളൊന്നുമല്ല തൃശ്ശൂർ ജില്ലയിലെ സമസ്തക്കാരായ ആളുകൾ. والحق هو الثابت الباقي الذي لا يزول إن الباطل لا بقاء له ولا ثبات. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവർ, ഇന്ന് നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദ് ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ചില ദുഷ്പ്രചരണങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ സംശയ നിവാരണത്തിനായിട്ട് ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും MIC തൃശ്ശൂർ ജില്ലയിലെ സമസ്തയുടെ സ്ഥാപനമായ MICയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ ഈ സമസ്തയുടെ സ്ഥാപനം എന്നാണ് റൈറ്റപ്പുകളിലൊക്കെ കാണാൻ സാധിച്ചത്. എന്താണ് MICയും സമസ്തയും തമ്മിൽ എന്താണ് ബന്ധം? തൃശ്ശൂർ ജില്ലയിലെ MIC എന്ന് പറയുന്ന സ്ഥാപനം അത് സമസ്തയുടേതാണ്. അതിൻ്റെ സമസ്തയുമായിട്ടുള്ള ബന്ധം എന്താണ് ഉസ്താദ്? മാലിക് ബിൻ ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് അഥവാ MIC എന്ന തൃശ്ശൂർ ജില്ലയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണത്. സമസ്തയുമായി അതിനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏകദേശം 40 വർഷം മുമ്പ് 84-85 കാലഘട്ടങ്ങളിൽ സെയ്ദ് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു ഉമറാക്കളിൽ പ്രമുഖൻ, അദ്ദേഹം പ്രവാസിയായിരുന്നു. അദ്ദേഹം മലബാറിൽ നിന്ന് വ്യത്യസ്തമായി മധ്യ കേരളത്തിൽ ഇസ്ലാമിക ദഅവത്തിന് ചില പരിമിതികളും പരിധികളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ സുന്നികളായ വിദ്യാർത്ഥികൾ പല ബിദഈ സ്ഥാപനങ്ങളെയും ആശ്രയിച്ചുകൊണ്ട് പഠനം നടത്തേണ്ട ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് സുന്നികൾ, നമ്മുടെ സംസ്കാരവും നമ്മുടെ ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ട് മതഭൗതിക പഠനങ്ങൾ നടത്തണം, അതിനുള്ള സൗകര്യങ്ങൾ ജില്ലയിൽ തന്നെ ഉണ്ടാവണം എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് യഥാർത്ഥത്തിൽ MIC എന്നത്. അതിന് പിന്നെ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ, സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന അസ്ഹരി തങ്ങൾ, നമ്മുടെ നാട്ടിക ഉസ്താദ്, തൊഴിയൂർ ഉസ്താദിനെ പോലുള്ള പണ്ഡിതന്മാരും സെയ്ദ് മുഹമ്മദ് ഹാജിയുടെ കൂടെ ആ നാട്ടിലെ ഉമറാക്കളും കൂടെ ചേർന്നുകൊണ്ട് സമസ്തയുടെ ഒരു ആസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെയാണ് ആ സ്ഥാപനത്തിന് അവർ സമാരംഭം കുറിക്കുന്നത്. മാത്രമല്ല സമസ്തയുമായി അപ്പോൾ ആ സ്ഥാപനത്തിനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. സമസ്തൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് ആ സ്ഥാപനത്തിൻ്റെ ആരംഭം കുറിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ സമസ്തയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയേണ്ട. പിന്നെ ആ സ്ഥാപനത്തിൻ്റെ ഭരണഘടനയും മറ്റുമൊക്കെ പരിശോധിച്ചാൽ കൃത്യമായും അത് സമസ്തയുമായി എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല അവർ ദേശമംഗലത്താണ് ഇതിന് സമാരംഭം കുറിച്ചതെങ്കിലും പിന്നീട് ആ സ്ഥാപനം അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി വികസിപ്പിക്കുകയും ദേശമംഗലം, കയ്പമംഗലം, പിന്നെ അകലാട്, തൃശ്ശൂർ ടൗണ്, പിന്നെ വേറെ ഒരു സ്ഥലം കൂടെ, ഇങ്ങനെ 4-5 സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഇന്ന് നിലവിലുണ്ട്. അതിൻ്റെ കീഴിലൊക്കെ പല നിലക്കുള്ള ശരിയത്ത് കോളേജ്, അറബി കോളേജ്, ഹിഫ്ള് കോളേജ്, യതീം ഖാന, ഇംഗ്ലീഷ് മീഡിയം, LP സ്കൂൾ, ഇങ്ങനെ മത ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ഒരു സംവിധാനം തന്നെ ഇന്ന് ആ MICയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ആരംഭം കുറിച്ചത് ദേശമംഗലത്തു നിന്നാണെങ്കിലും പിന്നീട് തൃശ്ശൂർ ടൗണ് എല്ലാവർക്കും കൊണ്ട് സൗകര്യപ്പെടുന്ന ഒരു സ്ഥലം എന്നുള്ളവർക്ക് ഇന്ന് ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥാപനമാണ് ഇന്നതിൻ്റെ കേന്ദ്ര സ്ഥാപനമായിട്ട് അറിയപ്പെടുന്നത്. അവരങ്ങനെയാണ് കണക്കാക്കി പോരുന്നത്.
അപ്പോൾ മാഷാ അല്ലാഹ് ആ സ്ഥാപനത്തിനെ കുറിച്ചും കൃത്യമായൊരു വിവരണം, അതായത് അസ്ഹരി ഉസ്താദ് ശരിക്കത് പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി. അല്ല, അത് പഠിക്കാന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട് ഫൈസി. ആ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊരു പഠനം നടത്തേണ്ട കാര്യമല്ല. കാരണം ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് GCCയിൽ ഒരുപാട് കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ നമ്മൾ UAE തന്നെ എല്ലാ സ്റ്റേറ്റുകളും എല്ലാ എമിറേറ്റ്സുകളിലും വളരെ ആക്റ്റീവായ കമ്മിറ്റിയുള്ള ഒരുപാട് സുന്നികളായ സമസ്തക്കാരായ പ്രവർത്തകർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തന സജ്ജമായി നിൽക്കുന്ന വലിയ ഒരു ബൃഹത്തായ കമ്മിറ്റി സംവിധാനം ഇവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന പല MICയുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ A to Z കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. പ്രവാസികൾക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് MICയെക്കുറിച്ചും തൃശ്ശൂർ ജില്ലയിലെ സമസ്തയുടെ ചലനങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ MICയുമായിട്ടാണ് ഇപ്പോൾ വിവാദം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്ന ബഹുമാന്യനായ സലാം ബാക്കി ഉസ്താദ് സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമാണ്. അദ്ദേഹത്തെ മാറ്റി, അദ്ദേഹത്തെ ഒഴിവാക്കി, അദ്ദേഹത്തെ ജനറൽ ബോഡിയുടെ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടെയാണ് അദ്ദേഹത്തെ എടുത്ത് പുറത്തേക്കിട്ടത്. അങ്ങനെ തുടങ്ങി പല പ്രചരണങ്ങളും ഈ സുഹാബി ടീം, അതായത് സുഹാബി ടീം എന്ന് പറയുമ്പോൾ ഈ ലിബറൽ ഹുദവികൾ, അതുപോലെ തന്നെ കുറേ ഈ സമസ്തയോട് തീരെ പ്രതിബദ്ധതയില്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്കാർ, അങ്ങനെ കുറച്ചൊരു സംഘമാണല്ലോ ഇവർ കൊണ്ടുപിടിച്ച പ്രചരണം നടത്തുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ കഴിഞ്ഞ ദിവസം എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ബഹുമാനപ്പെട്ട സലാം ബാക്കി ഉസ്താദ് അതിൻ്റെ പ്രസിഡൻ്റായി വരുന്നത്, എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ ഒരു വിശദീകരണം നൽകേണ്ടത്. നിങ്ങളുടെ ചോദ്യത്തിൽ അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. സലാം ബാക്കി ഉസ്താദ് എങ്ങനെയാണ് അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത് എന്ന്. ആ സ്ഥാപനം പല കാരണങ്ങളാൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫണ്ടുകൾ, ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് വരുന്ന സ്ഥാപനമാണ്. ഒന്ന് ഈ പ്രവാസി സഹോദരങ്ങളുടെ അകമഴിഞ്ഞ സഹായം, അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള മറ്റുള്ള ഭൗതിക സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ഡൊണേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് രൂപ വന്നു പോകുന്ന ഒരു സ്ഥാപനമാണത്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടുകളൊക്കെ പല ആളുകളുടെയും കൈവശത്തിലായിരുന്നു. പല ആളുകളും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ തിരിമറി ചെയ്തും ഈ സ്ഥാപനത്തിൻ്റെ പൈസ പല ആളുകളുടെയും കയ്യിൽ ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ സലാം ബാക്കവി ഉസ്താദിനോട് ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണം എന്ന് അവർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഉസ്താദ് അത് നിരാകരിക്കുകയും ഉസ്താദിനെ മടിച്ചു നിൽക്കുകയും ചെയ്യുന്നത് അതെനിക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഇവരുടെ ശക്തമായ സമ്മർദ്ദവും നിർബന്ധവും അതൊരു ഉത്തരവാദിത്വം നിലനിൽക്കുന്ന ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രഷർ ചെയ്തിട്ടാണ് ഉസ്താദിനെ അവർ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഉസ്താദ് അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത്. വന്ന ശേഷം ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളിലൊക്കെ ഉസ്താദ് കൃത്യമായ ഇടപെടലുകൾ നടത്തി. ഈ സ്ഥാപനത്തിൻ്റെ ഫണ്ട് പല ആളുകളും അവരുടെ കൈവശം വെച്ചിരുന്നതും ബിസിനസ്സിനും വേണ്ടി മറ്റൊക്കെ ഇറക്കിയിരുന്ന ഈ പൈസകളൊക്കെ സ്ഥാപനത്തിൻ്റെ പൈസ എടുത്തിട്ട് ഈ പ്രവാസികളായ പാവങ്ങൾ ഇവിടെ നമുക്കറിയാം ഇവരിവിടെ പ്രവർത്തിക്കുന്ന രൂപം എന്താണ്, ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ലീവ്, വളരെ കുറഞ്ഞ ലീവ്, ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടുന്നതൊക്കെ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടും അതിനുവേണ്ടി വലിയ വാടക കൊടുത്ത് ഹോട്ടലുകളും മറ്റൊക്കെ വിളിച്ച് പ്രോഗ്രാം വെച്ച് അതിൽ ദിവസങ്ങളോളം വർക്ക് ചെയ്തിട്ട് ആണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇങ്ങനെ ഇവർ സ്വരൂപിക്കുന്ന ഫണ്ടുകൾ, അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന ഈ ഡൊണേഷൻ്റെ പൈസകളും മറ്റിങ്ങനെയുള്ള പൈസകളൊക്കെ ഇതുപോലെ ഓരോ വ്യക്തികൾ അവരുടെ ഈ സ്ഥാപനവുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന വ്യക്തികൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണല്ലോ ഉസ്താദ് പ്രസിഡൻ്റായി ഇവർ കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഉസ്താദ് തിരിച്ചടപ്പിച്ചു എന്ന് മാത്രമല്ല, സ്ഥാപനത്തിൻ്റെ അന്യാധീനപ്പെട്ടു പോകുമായിരുന്ന ഫണ്ടുകൾ മുഴുവനും അത് സ്ഥാപനത്തിൻ്റെ അധീനതയിലേക്ക് തന്നെ ഉസ്താദ് കൊണ്ടുവരികയും അതിന് ഉസ്താദ് കുറച്ച് കർശനമായ സമീപനമൊക്കെ സ്വീകരിച്ച് നടപ്പിലാക്കിയെന്നാണ് എല്ലാവർക്കും അറിയാം, സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇതാണ് ഉസ്താദ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനുണ്ടായ സാഹചര്യം, അവർ കൊണ്ടുവരാനുണ്ടായ കാരണവും വന്നതിൻ്റെ ശേഷം ഉസ്താദ് ചെയ്ത പ്രധാന പ്രവർത്തനങ്ങളിൽപ്പെട്ടതും. പിന്നെ ഇപ്പോഴുണ്ടാകുന്ന വിവാദം, അതിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ് ഇത് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രചരണം നടത്തുന്ന ആളുകൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിബറലിസം തലയിൽ കയറിയ സമസ്തയെ പൊളിക്കാൻ നടക്കുന്ന കുറേ ആളുകളാണ്. ഇവരാണ് സുപ്രഭാതത്തിനെ പൂട്ടിക്കാനും സുപ്രഭാതത്തിനെ തകർക്കാനും സമസ്തയുടെ മുഷാവറ മെമ്പർമാർക്കെതിരെ ഓരോ ആളുകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് വ്യക്തിയാധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ, എഴുത്തുകൾ ഒക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത വിരുദ്ധ പോസ്റ്ററുകളും എഴുത്തുകളും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിലുള്ള വ്യാജ ഐഡികളും മറ്റു പേജുകളും ഒക്കെയാണ് ഈ സലാം ബാക്കവി ഉസ്താദിനെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി, നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചതുപോലുള്ള ഷജറ നേതാവിനെ പുറത്താക്കി, ഷജറകളെ സമൂഹം പുറന്തള്ളി എന്തൊക്കെയോ എഴുതി വിട്ടുകൊണ്ട് അവർ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ നമുക്ക് വളരെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലക്കാരായ ആളുകൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ഉണ്ട്. ഈ സ്ഥാപനത്തിലെ ജനറൽ ബോഡി കഴിഞ്ഞു, സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരോ പത്രക്കാരോ ആരും അറിയുന്നതിന് മുമ്പ് സലാം ബാക്കവി ഉസ്താദിനെ മാറ്റുകയും മറ്റൊരാളെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു വാർത്ത ഈ സോഷ്യൽ മീഡിയയിലുള്ള വ്യാജ ഐഡികൾക്ക് പിന്നിലുള്ള ആളുകൾക്ക് ആരാണ് എത്തിച്ചു കൊടുത്തത്, അവർക്കെങ്ങനെ ഇത് കിട്ടി?
ഇത് കൃത്യമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ വലിയ ഈ വ്യാജ ഐഡികളുടെ പിന്നിലൊക്കെ ഏത് ഭാഗത്ത് നിന്നുള്ള കോക്കസുകളാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിലേക്കൊക്കെ കൃത്യമായ ഒരു ദിശാബോധം നൽകുന്ന ഒരു സംഭവമാണത്. അത് ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് പ്രവർത്തകർ ജാഗ്രത പാലിക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക, ഇന്ന് ആ സ്ഥാപനത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ യഥാർത്ഥ മുഖവും ആ സ്ഥാപനത്തിൽ നിന്ന് വാക്കവി ഉസ്താദിനെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ആരാണ്, അവരുടെ ലക്ഷ്യമെന്താണ്, അവരുടെ ബന്ധങ്ങൾ എവിടെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സുവർണാവസരമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇപ്പോൾ അവിടെ നടന്ന വിഷയം, അവിടെ ഏത് സ്ഥാപനത്തിൻ്റെയും ജനറൽ ബോഡി നടക്കുകയും കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും ചിലപ്പോൾ ആവശ്യം വന്നാൽ പ്രസിഡന്റുമാരെ മാറ്റുകയും പ്രസിഡന്റുമാരെ തലസ്ഥാനത്ത് തന്നെ നിലനിർത്തുകയും ചെയ്യും. ഇതൊക്കെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ആണ് അവിടെ ജനറൽ ബോഡി നടക്കുന്നത്. ആ ജനറൽ ബോഡിയിലെ അധ്യക്ഷൻ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയായിരുന്നു. ഈ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ ജനറൽ ബോഡിയിൽ അന്ന് ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുകയോ അല്ലെങ്കിൽ തുടരുകയോ ചെയ്തതായിട്ടോ ഒരു പരാമർശവും നടത്താതെ ആ ജനറൽ ബോഡി പിരിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പോൾ പ്രവർത്തകർ ചോദിച്ചു, അല്ല ബാക്കവി ഉസ്താദിനെ പ്രസിഡന്റായിട്ട് പ്രഖ്യാപനം നടന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇദ്ദേഹം അന്ന് അവരോട് പറഞ്ഞ മറുപടി, അത് കുഴപ്പമില്ലല്ലോ, നമുക്ക് എപ്പോഴും ചെയ്യാവുന്നതല്ലേ, ഒരാഴ്ച കഴിഞ്ഞോട്ടെ, അതിന് ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമുക്കത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തകരെ ഇയാൾ എന്ത് ചെയ്തു, മടക്കി വിട്ടു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും സംശയിക്കാനുമില്ല, ഇതൊക്കെ നിഷ്കളങ്കരാണ്, വിനയാന്വിതരായി നടക്കുന്ന പണ്ഡിതന്മാരാണെന്നാണല്ലോ പ്രവർത്തകരുടെയൊക്കെ ഒരു ധാരണ. ഇവരുടെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യങ്ങളും ഇവരുടെയൊക്കെ കുതന്ത്രങ്ങളെക്കുറിച്ചും സാധാരണക്കാരായ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത്ര അറിഞ്ഞോളുന്നില്ലല്ലോ. അപ്പോൾ അതങ്ങനെ സ്വാഭാവിക നടപടി നിലക്ക് പോയി. എന്നാലും പിന്നെയാണ് ഇതിൻ്റെ കളികളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഇവരതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഗൂഢാലോചനയോടും മറ്റുമൊക്കെ നടത്തി സലാം ബാക്കവി ഉസ്താദിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അവിടെ അബ്ബാസ് അലി തങ്ങളെ പ്രസിഡൻ്റായി നിയമിക്കുകയും വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് മറ്റൊരാളെ പേര് എഴുതി ചേർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു തരം കളികളാണ് പിന്നീട് നടക്കുന്നത്. അപ്പോൾ ജനറൽ ബോഡിയിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ വന്നു, ചോദ്യം ചെയ്യലുകൾ വന്നു. ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇവർ ഒരു സാദിഖ് അലി തങ്ങളെ കത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരെ അങ്ങനെ വട്ടം കറക്കുകയാണ് ചെയ്തത്. 2 കത്ത് പാണക്കാട്ട് നിന്നുണ്ട് എന്ന് പറയുകയും അതിലൊന്ന് ഈ അബ്ബാസ് അലി തങ്ങളെ പ്രസിഡൻ്റാക്കിയും സലാം ബാക്കവി ഉസ്താദിനെ വർക്കിംഗ് പ്രസിഡൻ്റാക്കിയും, ഒന്ന് അബ്ബാസ് അലി തങ്ങൾ പ്രസിഡന്റും ഈ ഒരു പറയപ്പെട്ട ഒരു ഫുലാൻ, ഒരു കാസിമി, അദ്ദേഹത്തെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ആക്കിക്കൊണ്ടൊക്കെയുള്ള കത്തുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാസിമി വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള ആ കത്ത് ഏകപക്ഷീയമായിട്ടാണ് പാസ്സാക്കുകയാണ് ചെയ്തത്. അതിൽ വലിയൊരു രസം എന്താണെന്നറിയോ, ഈ കാസിമി എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് അവർ ഇപ്പോൾ പുതിയതായിട്ടുള്ള ആളെന്ന് പറഞ്ഞ ആൾ, അയാളാണ് ഈ ജനറൽ ബോഡിയിലെ റിട്ടേണിംഗ് ഓഫീസർ. ലോക ചരിത്രത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ റിട്ടേണിംഗ് ഓഫീസർ തന്നെ കമ്മിറ്റിൻ്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റോ ഒക്കെ ആയിട്ട് സ്വയം അവരോധിച്ചുകൊണ്ടൊരു പാനൽ അവതരിപ്പിച്ച് സ്വയം പാസ്സാക്കി പോകുന്ന പരിപാടി? നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കാറുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ട് ഇലക്ഷൻ കമ്മീഷണർ തന്നെ പിന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഒരു പ്രഖ്യാപനം നടത്തി പോകുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ മ്ലേച്ഛമായ രീതിയിൽ ഈ ആളുകളെ മുഴുവനും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കളിയല്ല നടന്നത്. അപ്പോൾ ഈ റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിൽക്കുന്ന ആൾ, അയാൾ തന്നെ വർക്കിംഗ് പ്രസിഡൻ്റായി കൊണ്ടുള്ള ഒരു പാനൽ ഏകപക്ഷീയമായി പാസ്സാക്കിയെന്ന് മാത്രമല്ല, അവിടെയുള്ള 80% ആളുകളും അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചപ്പോൾ ഇവർ ഈ യോഗം നന്ദി പോലും പറയാതെ പിരിച്ചുവിടുകയും വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടുകയുമാണ് ചെയ്തത്. ഇങ്ങനെ ഉണ്ടോ ഒരു കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കൽ? ഇതിൽ ഏറ്റവും വലിയ രസം, നമ്മൾ നേരത്തെ പറഞ്ഞ വിനയാഭിനയിയായ ആ ഫുലാൻ, ആ തലപ്പാവുധാരിയായ ആ മുസ്ലിയാർ, അദ്ദേഹം ഇതിനൊക്കെ സൈഡ് നിന്ന് കൊടുത്തു എന്നതാണ് വലിയ കൗതുകം. അദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഹാജിയാണ്. അത് എറണാകുളം ജില്ലയിൽ ഏതോ ഓണം കയറാ മൂലയിൽ ആരും അറിയാതെ കിടന്നിരുന്ന ഒരു മുസ്ലിയാരെ പിടിച്ച് ആ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് നിയമിക്കുകയും ആ സ്ഥാപനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യം വെച്ചുകൊണ്ട് അദ്ദേഹം കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അദ്ദേഹത്തിൻ്റെതായ ഒരു സിൽബന്ധികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹക്കീം വൈസിക്ക് പഠിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. സമസ്തയുടെ പ്രവർത്തകരും ഖാദിമ്യങ്ങളും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് സ്ഥാപനങ്ങൾ പടുത്തുയർത്തി വളർത്തി വലുതാക്കി അതിൽ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകും എന്ന പ്രതീക്ഷയിൽ ഒരാളെ കൊണ്ടുവന്നിരുത്തുകയും, ഇപ്പോൾ നമുക്കറിയാം ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി പ്രവാസം മതിയാക്കി നാട്ടിൽ തേരാപ്പാര നടന്നിരുന്നൊരു മുസ്ലിയാരെ പിടിച്ചിട്ട് വളാഞ്ചേരി മർക്കസിൽ ഒരു അധ്യാപകനായി നിയമിച്ചതിൻ്റെ വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം വർഷങ്ങളോളം ഗൂഢാലോചന നടത്തിയും പ്ലാൻ ചെയ്തും പദ്ധതി ആവിഷ്കരിച്ചും ആ സ്ഥാപനവും ആ സംവിധാനം മൊത്തം അയാളുടെ സ്വന്തം ആയിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയതുപോലെ ഇവിടെ സയ്യിദ് മുഹമ്മദ് ഹാജി വളരെ താല്പര്യം, എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ആൾ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകുന്നത് കൊണ്ട് നാട്ടിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളിൽ പലരും തന്നെ അന്ന് ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഇയാൾ അവിടെ കിട്ടുന്നില്ല എന്നൊക്കെ. അന്ന് സയ്യിദ് മുഹമ്മദ് ഹാജി പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഇരിക്കാൻ മാത്രമല്ല നമ്മുടെ ജില്ലയിൽ മൊത്തം സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാനും സമസ്തയെ വളർത്താനും കൂടെ ആണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് എന്നാണ്. ആ വ്യക്തി ഇന്ന് സമസ്ത വിരുദ്ധ ലോബികളുടെ കൂടെ ചേർന്നുകൊണ്ട്
അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിരോധാഭാസമാണ് ഇന്ന് MIC കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഈ കളിക്ക് കൂട്ടുനിന്നു എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അസർ ഉസ്താദ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിപ്പോൾ കുറേയേറെ വ്യക്തമായി. അതായത് ഇവർ ആഘോഷിക്കുന്നത് സമസ്തയുടെ മുഷാവറ അംഗത്തിനെ അവിടുന്ന് ഒഴിവാക്കി എന്ന നിലയിൽ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും സമസ്തയെ ഒഴിവാക്കുക, അതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുക. അപ്പോൾ എങ്ങോട്ടാണ് ഇവർ ഈ സമുദായത്തെയും സ്ഥാപനത്തെയും കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അതാണ് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. അതായത് സമസ്തയുടെ ഒരു മുഷാവറ അംഗത്തെ ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചാരണം നടത്തിയിട്ട്, അതും മര്യാദമായ രീതിയിലല്ലാതെ ആണ് ഇപ്പോൾ നിങ്ങളുടെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. എന്നിട്ട് അവർ അതിൻ്റെ പേരിൽ കൊട്ടിഘോഷിച്ച് പ്രചരണം നടത്തുമ്പോൾ ഇവർ സമസ്തയെ ഈ സമുദായത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ഒരു ശ്രമം കൃത്യമായിട്ട് വഹാബികളുടെയും ജമാഅത്തെ ഇസ്ലാമികളുടെയും ഒക്കെ അജണ്ട ഉള്ളിലൂടെ നടപ്പാക്കാൻ ഏൽപ്പിക്കപ്പെട്ട ചാരന്മാരാണോ എന്ന് വരെ സംശയിക്കുന്ന രൂപത്തിൽ സമസ്തയെ എല്ലാ സ്ഥാപനത്തു നിന്നും ഒഴിവാക്കുക എന്നുള്ള അജണ്ടയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ അതിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് അറിയേണ്ടതുണ്ട്. അതായത് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ ഈ കളികൾ നടത്തുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ? അതുകൂടി ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അല്ല, ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദിനെ അവിടുന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ആളുകൾ തുലോം വിരളമായ ഏതാനും ചില വ്യക്തികളാണ്. ഈ വ്യക്തികൾ ആരാണ് എന്ന് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ ജില്ലക്കാർ പരിശോധിക്കട്ടെ. ഇവർ ഈ CICയുമായി ബന്ധപ്പെട്ട് സമസ്ത നിലപാട് തീരുമാനമെടുത്ത ശേഷം വാഫിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ്. വാഫിക്ക് വേണ്ടി പ്രവർത്തിക്കാനും വാഫി സംവിധാനം സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് വല്ലാതെ കളിക്കുന്ന ആളുകളാണ് ഇതിലുള്ള ചില ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മുസ്ലിയാരെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ വാഫി സംവിധാനം കയറ്റിക്കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം അവർക്കുണ്ടാവാം. ഒന്ന്. മറ്റൊന്ന്, ഞാൻ ആദ്യത്തിൽ പറഞ്ഞു സലാം ബാക്കവി ഉസ്താദിനെ അവിടെ പ്രസിഡൻ്റാക്കി നിയമിക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഫണ്ടുകൾ പല ആളുകളുടെയും കൈവശമായിരുന്നു. അതൊക്കെ ബാക്കവി ഉസ്താദ് തിരിച്ചു കൊടുപ്പിച്ചു എന്ന്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഫണ്ട് കൈകാര്യകർത്താക്കളായി നടന്നിരുന്ന ആളുകൾ ഫണ്ട് ദുരുപയോഗം ചെയ്യുകയും അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുകയും യോഗത്തിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്ത ആളുകൾ ഇവരൊക്കെയാണ് ബാക്കവി ഉസ്താദിനെ അകറ്റി നിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവർ ബാക്കവി ഉസ്താദിനെ മാറ്റി നിർത്താൻ ഇവരൊരു കാരണം പറയണ്ട. ഇവർ പറഞ്ഞ കാരണം കൗൺസിലർ അല്ലാന്നാ. കൗൺസിലർ അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ പ്രസിഡൻ്റാക്കി നിയമിക്കുമ്പോൾ ബാക്കവി ഉസ്താദ് കൗൺസിലർ അല്ലല്ലോ. അപ്പോൾ എവിടെ പോയിരുന്നു ഈ മാനദണ്ഡം? ഇപ്പോഴും അവർ പറഞ്ഞത് ബാക്കവി ഉസ്താദിനെ ഉപദേശക സമിതിയിൽ ഇടാണ്. അപ്പോൾ കൗൺസിലർ ആവണ്ടേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി കിടക്കുകയാണ്. അപ്പോൾ കൗൺസിലർ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോരോ നമ്പറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഈ സ്ഥാപനത്തിൻ്റെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നിടത്ത് ബാക്കവി ഉസ്താദ് പ്രസിഡൻ്റായാൽ അവരുടെ കളികൾ നടക്കൂല. പാണക്കാട് അബ്ബാസ് അലി തങ്ങളെ പ്രസിഡൻ്റാക്കുക, അതിനു വേണ്ടിയിട്ട് ബാക്കവി ഉസ്താദിനെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ട് ലക്ഷ്യമാണ്. ഒന്ന്, പാണക്കാട് തങ്ങന്മാരുടെ ആളുകളാണ്, പാണക്കാട്ടുകാരെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് പറ്റൂല എന്നാണ് ഈ സമസ്തക്കാർ പറയുന്നത്. അപ്പോൾ ഇവർ ഷജറകളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തിന് അവർക്ക് കൂടെ നിർത്താൻ സാധിക്കും അവരുടെ ഈ കളികൾക്ക്. യഥാർത്ഥത്തിൽ പാണക്കാട് തങ്ങന്മാർ അവിടെ പ്രസിഡന്റ് ആടിന് ആർക്കും വിയോജിപ്പില്ല. സലാം ബാക്കവി ഉസ്താദിനും അബ്ബാസ് അലി തങ്ങൾ പ്രസിഡന്റ് ആടിന് ബാക്കവിക്കോ അല്ലെങ്കിൽ ബാക്കവി ഉസ്താദിനെ സ്ഥാപനത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റാക്കി നിർത്തണം എന്ന് വാദിക്കുന്നവർക്കോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കോ ആവശ്യപ്പെടുന്നവർക്കോ അബ്ബാസ് അലി തങ്ങളുടെ പ്രസിഡന്റ് ആടിന് വിയോജിപ്പില്ല. അബ്ബാസ് അലി തങ്ങൾ പ്രസിഡന്റ് ആയിക്കോട്ടെ, പക്ഷെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ബാക്കവി ഉസ്താദ് തന്നെ വരണം എന്നാണ് അവർ പറയുന്നത്. കാരണം സ്ഥാപനത്തിൽ ഇതുപോലുള്ള കളികൾ നടക്കാതിരിക്കാൻ വേണ്ടി ആ സ്ഥാപനത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെ പറയുന്നത്. ഇവർ അബ്ബാസ് അലി തങ്ങൾ പ്രസിഡന്റ് ആകുന്നതിന് പകരം ബാക്കവിനെ പ്രസിഡന്റ് ആക്കണം എന്നാണ് ഇവർ പറയുന്നത് എന്ന ഒരു അവസ്ഥ, ഒരു നരേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു വിഭാഗത്തിന് കൂടെ നിർത്താനുള്ള ഒരു കളി നടത്തുന്നുണ്ട്. പാണക്കാട്ടുകാർ പ്രസിഡന്റ് ആക്കുമ്പോൾ നമുക്കറിയാം ഇവരതിൽ കാണുന്ന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പല സ്ഥാപനങ്ങളിലും നമ്മൾ പ്രത്യക്ഷത്തിൽ നിന്ന് പുറത്തുനിന്ന് കാണുന്ന ആളുകളിലേക്ക് ഇവർക്ക് പാണക്കാട്ടുകാരുള്ള ബഹുമാനം കൊണ്ടാണ് കേട്ടോ ഈ പ്രസിഡന്റ് ആക്കുന്നത്, ബറക്കത്തിനെ മോഹിച്ചിട്ടാണ് പ്രസിഡന്റ് ആക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ പാണക്കാട്ടുകാരെ പ്രസിഡന്റ് ആക്കണമെങ്കിൽ ഇവർക്കുള്ള ലാഭം എന്താണെന്നറിയോ? ഇവർ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഇവർ പല സ്ഥാപനങ്ങളുടെയും പ്രസിഡന്റുമാരാണ്. ഇവർ ആ സ്ഥാപനത്തിൽ വന്ന് നോക്കിയിട്ട് അവിടുത്തെ കണക്കും കാര്യങ്ങളും പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തുക, ഇതൊന്നും പ്രസിഡന്റുമാർ ചെയ്യൂല. പാണക്കാട്ടുകാർ പ്രസിഡന്റ് ആകുമ്പോൾ അവർക്ക് കഴിയില്ല, അവർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവർക്ക് പരിമിതികളുണ്ട്. ഈ അവസ്ഥയെ ശരിക്കും മുതലെടുക്കാൻ പറ്റും ആർക്ക്? ഇതുപോലുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഫണ്ട് കൊണ്ട് ബിസിനസ് നടത്തുക, സ്ഥാപനത്തിൻ്റെ ഫണ്ട് തിരുമറിയിട്ട് ഇങ്ങനത്തെ കൈകാര്യം ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ആളുകളെ പ്രസിഡന്റുമാരാക്കി നിർത്തിയാൽ അവരുടെ കളികൾ നടക്കും. അപ്പോൾ പിന്നെ ബാക്കവി ഉസ്താദിനെ അവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി ആയിക്കോട്ടെ, അബ്ബാസ് അലി തങ്ങൾ പ്രസിഡന്റ് ആയിക്കോട്ടെ, ബാക്കവി ഉസ്താദ് വർക്കിംഗ് പ്രസിഡന്റായിട്ട് നിൽക്കട്ടെ എന്നാണ് നമ്മൾ പറയണത്. അതും പറ്റൂല എന്നിവർ പറയാൻ കാരണം ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസറായി അവർ കൊണ്ടുവന്ന അയാൾ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള പാനൽ പാസ്സാക്കുമ്പോൾ ഇവരൊക്കെ കൂടെ ഒരു ടീമായിട്ട് ഈ സ്ഥാപനത്തിനെ മുഴുവനും ഞണ്ട് കാർന്ന് തിന്നുന്നത് പോലെ കാർന്ന് തിന്നാൻ വേണ്ടിയിട്ട്
ഒരു കോക്കസ് ഉണ്ടാക്കി ആ കോക്കസിൻ്റെ പിടിയിൽ ഈ സ്ഥാപനത്തെ പിടിച്ചു നിർത്താനാണ്. അതിന് പാണക്കാട്ടുകാരെ അവർ ദുരുപയോഗം ചെയ്യുകയാണ്. പ്രത്യക്ഷം പുറത്തുനിന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാവുക, പെട്ടെന്ന് ഇവരുടെ പ്രചരണം കേട്ടാൽ തോന്നുക, ഓ പാണക്കാട്ടുകാരോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇപ്പുറത്ത് കണ്ടോ സലാം വാക്കോവിനെ പ്രസിഡന്റ് ആക്കണം എന്നാണ് അവർ പറയുന്നത്, പാണക്കാട്ടുകാരെ മാറ്റി പ്രസിഡന്റ് ആക്കണം എന്നാണ് പറയണതൊക്കെ പ്രചരിപ്പിച്ചാൽ ആളുകളെ വികാരളക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു വിഷയമേ അല്ല. അപ്പോൾ അസല് നിങ്ങൾ പ്രസിഡന്റ് ആയിക്കോട്ടെ, സലാം വാക്കോവി സാഹിബ് വർക്കിംഗ് പ്രസിഡന്റ് ആവണമെന്നേ ഇവർ പറയണുള്ളൂ. മാത്രമല്ല ഈ പാണക്കാട് സ്നേഹം വല്ലാതെ പുലമ്പുന്ന അവിടെയുള്ള ആളുകളിൽ തന്നെ പലരും നമുക്കൊക്കെ അറിയാം. നമ്മൾ പിന്നെ ഒരു കൃത്യമായിട്ട് വ്യക്തമായിട്ടാണ് പറയേണ്ടതെന്ന് എഴുതിയിട്ട് പറയാതിരിക്കുകയാണ്. പണ്ട് ഹൈദരലി തങ്ങൾ വഫാത്തായ സമയത്ത് സാദിഖ് അലി തങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ കാലിയാക്കാൻ വേണ്ടിയിട്ട് ചില നീക്കങ്ങളൊക്കെ നടന്നപ്പോൾ ഇനിയിപ്പോൾ ആ ചങ്ങായിനെ നമ്മൾ തലയിൽ ഏറ്റിയോ നടക്കേണ്ടി എന്ന് ചോദിച്ച ആളാണ് നമുക്കൊക്കെ ഇപ്പോൾ പാണക്കാട് പൈതൃകം പഠിപ്പിച്ചുകൊണ്ട് വളർന്നു നടക്കുന്നത്. ഇതൊക്കെയാണ് ഇവരൊക്കെ പാണക്കാട് സ്നേഹം. ഇതൊന്നും നമ്മളെ കൊണ്ട് വല്ല പറയിപ്പിക്കണ്ട. ഇതിനൊക്കെ ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു എന്ന് ദൃക്സാക്ഷി സഹിതം സാക്ഷികൾ കേട്ട ആളുകൾ കൃത്യമായിട്ട് പറയാൻ തയ്യാറാവും. അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ട, നമ്മൾ ആ ഭാഗത്തേക്കൊന്നും കിടക്കണ്ട. അപ്പോൾ പാണക്കാട് സ്നേഹവും പ്രേമൊന്നും അല്ല ഇവർ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയുള്ള വിഷയം അബ്ബാസ് അലി തങ്ങൾ പ്രസിഡന്റ് ആണോ ബാക്കവി സാഹിബ് പ്രസിഡന്റ് ആകണോ എന്നേ അല്ല. അബ്ബാസ് അലി തങ്ങൾ പ്രസിഡന്റ് ആവട്ടെ ആവാതിരിക്കട്ടെ, അതൊന്നും ആർക്കൊരു വിരോധമൊന്നുമല്ല. ഇപ്പോൾ അവർ സമസ്ത വിരുദ്ധ ചേരികളുടെ പോലും പ്രസിഡന്റായി നിൽക്കുന്ന ആളുകളായിട്ട് പോലും നമ്മളിപ്പോഴും അവരൊക്കെ SNECൻ്റെ പ്രസിഡന്റുമാരും SNECൻ്റെ ട്രഷറർമാരൊക്കെ ആക്കിയിട്ട് പലപ്പോഴും നമ്മുടെ പല സ്ഥാപനങ്ങളും നമ്മളവരെ നിലനിർത്തും. സമസ്തക്ക് അങ്ങനെ വിശാലമായ കാഴ്ചപ്പാടും പരമാവധി യോജിച്ച് പോയിക്കോട്ടെ എന്നുള്ള നിലപാടുള്ള ആളുകളോട് നമ്മുടെ നേതാക്കളെന്ന് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അപ്പോൾ പാണക്കാട്ടുകാരോട് പ്രസിഡന്റ് ആയാലൊന്നും അല്ലാതെ വിഷയം. അവിടെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് സലാം ബാക്കവി ഉസ്താദിനെ കൊണ്ടുവരണം എന്നാണ് ആ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികളായ ആളുകളുടെ ആഗ്രഹം. അത് ആ സ്ഥാപനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ ഈ പറഞ്ഞ ആളുകൾ ഈ കോക്കസി നിലവിൽ മുമ്പ് ഈ സ്ഥാപനത്തിന്റെ ഫണ്ടുകളും മറ്റൊക്കെ ദുരുപയോഗം ചെയ്ത് തിരിമറി ചെയ്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ട ആളുകളൊക്കെ കൂടിയിട്ട് തന്നെ ഒരു പുതിയ സമിതി വന്നാൽ ആ സ്ഥാപനത്തെ അവർ നശിപ്പിക്കും. അതോടൊപ്പം അവിടെ ഈ വാഫി സംവിധാനം പോലുള്ള സംവിധാനങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. ഇതൊക്കെ തന്നെ ആയിരിക്കും അവരുടെ ലക്ഷ്യവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദ് അദ്ദേഹം സമസ്ത കേന്ദ്ര മുശാവറ അംഗമാണ്. അതിനേക്കാൾ വലിയൊരു പദവി ഇല്ല. അതേപോലെ തന്നെ അദ്ദേഹം സമസ്തയുടെ തൃശ്ശൂർ ജില്ലയുടെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് സലാം ബാക്കവി ഉസ്താദ്. പക്ഷേ അദ്ദേഹത്തെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള താല്പര്യങ്ങൾ ഇവർ കാണിക്കുമ്പോൾ, താല്പര്യം കാണിച്ച് ഇങ്ങനെ തരികിട നടത്തുമ്പോൾ ഇവിടെ എനിക്ക് പറയാനും ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ വേരുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പക്ഷേ ആ തൃശ്ശൂർ ജില്ലയിലെ ആളുകളതൊന്നും അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തൃശ്ശൂർ ജില്ലയിലെ സമസ്തയുടെ നിഷ്കളങ്കരായ പ്രവർത്തകർ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഈ തരികിടകളെക്കുറിച്ച് യാതൊരു ബോധവും അവർക്ക് ലഭിച്ചിട്ടില്ല, യാതൊരു കാര്യവും അവരറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും അനുവദിക്കുന്ന കാര്യമില്ലല്ലോ, അതൊന്നും അനുവദിക്കാൻ സാധിക്കില്ലല്ലോ. കാരണം അവരുടെ പണം കൊണ്ട് സാധാരണക്കാരായ ആളുകളുടെയും പ്രവാസികളായ സമസ്തക്കാരായ തൃശ്ശൂർ ജില്ലക്കാരുടെയും അതിന് പുറത്തുള്ള എല്ലാ ജില്ലക്കാരുടെയും പണം സമാഹരിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സമസ്തയുടെ അവിടുത്തെ ഒരുപാട് മേഖലാ കമ്മിറ്റികളുണ്ട്, അതുപോലെ കീഴ്ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ ആളുകളൊന്നും ഈ സംഭവം അറിഞ്ഞിരുന്നെങ്കിൽ അവർ അറിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായിട്ട് അവർ പ്രതിഷേധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിലെ സമസ്തക്കാരെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ചില സമസ്തക്കാരാന്നും പറഞ്ഞു നടക്കുന്ന ഈ പകുതി രാഷ്ട്രീയക്കാർക്ക് തീരെഴുതി കൊടുത്തിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയം സംരക്ഷിക്കാൻ വേണ്ടി സമസ്തക്കാരാണ് തൽക്കാലം പറഞ്ഞു നടക്കുകയും മഹല്ല് കമ്മിറ്റിയിൽ മെമ്പർഷിപ്പിന് വേണ്ടി ഒരു സമസ്തക്കാരെന്ന് ലേബൽ ഒട്ടിക്കുകയും ചെയ്യുന്ന ആ ജാതി ആളുകളൊന്നുമല്ല തൃശ്ശൂർ ജില്ലയിലെ സമസ്തക്കാരായ ആളുകൾ. അവർ രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയം അതിനകത്ത് അവർക്കൊരു വിഷയമല്ല. ആദർശ രംഗത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് സമസ്ത എന്നത് സുന്നത്തിയമായിട്ട് സമസ്ത എന്നത് അത് സമസ്ത തന്നെയാണ്. അവിടെ പിന്നെ വേറെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാരാണെങ്കിൽ സമസ്ത, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചർച്ചകൾ പോലും അവിടെ ഇല്ല. അവർ ഈ വിഷയത്തെക്കുറിച്ച് നിഷ്കളങ്കരായ പ്രവർത്തകരാണ്. അവരിപ്പോൾ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടല്ലോ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിനയാഭിനയിയായ മുസ്ലിയാരൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇതൊക്കെ നമ്മളെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകുന്നൊരു സാധാരണക്കാരായ ആത്മാർത്ഥമായ പ്രവർത്തകർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴായിരിക്കും, ഇനി അവരടങ്ങിയിരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. അവർ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ഓൾറെഡി ഈ വിഷയത്തിൽ ജനറൽ ബോഡിയിൽ തന്നെ 80% ആളുകളും എതിർത്തിട്ടും ധാർഷ്ട്യത്തോടു കൂടെയാണ് അവരെ ഈ പാനൽ പാസ്സാക്കിയെന്നും പറഞ്ഞിട്ട് പിരിച്ചുവിട്ടത്. അപ്പോൾ അവർ പ്രതിഷേധിക്കുമെന്ന് മാത്രമല്ല, ഈ കളികൾ മുന്നോട്ട് പോകാൻ ഒരിക്കലും അവർക്ക് സാധിക്കുമല്ലോ. ഒരുപക്ഷെ ആ സ്ഥാപനത്തെ അള്ളാഹു തആല സംരക്ഷിച്ചതായിരിക്കും ഇപ്പോഴേ ഇവരുടെ ഈ കളികൾ പുറത്തായതുകൊണ്ട്. പിന്നെ മാത്രമല്ല ഭരണഘടന, ആ സ്ഥാപനത്തിൻ്റെ ഭരണഘടനയിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ് സമസ്തയുടെ ജില്ലയിലെ മുശാവറ മെമ്പർമാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള സമസ്തയുടെ നേതൃതലത്തിലുള്ള ആളുകളാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റുമാരായിട്ട് വരേണ്ടത് എന്നുള്ളത് ഭരണഘടനയിലുള്ളതാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത് പോലും ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യമാണ്.
എന്ത് ന്യായങ്ങൾ അവർ പറഞ്ഞാലും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് അവർ ചെയ്യുന്നത്. അവരുടെ സ്വാർത്ഥതയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിന് വരുന്ന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ആ സ്ഥാപനത്തിലേക്ക് ചുളുവിലൂടെ സമസ്ത വിരുദ്ധ ആശയം പേർന്ന ചില സംവിധാനങ്ങളെ കടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയൊക്കെയാണ് നേരത്തെ പറഞ്ഞ ആ മുസ്ലിയാരടക്കമുള്ള ഈ സംഘം ഗൂഢാലോചന നടത്തി പ്ലാനുകളും പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ട് ഈ കളികൾ നടത്തുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലക്കാരായ ഈ സ്ഥാപനത്തിന് വേണ്ടി വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ആളുകൾ ഈ സ്ഥാപനത്തെ സംരക്ഷിച്ചേ പറ്റൂ. അങ്ങനെ ഒരാൾക്കും അതിനെ വിട്ടുകൊടുക്കാതിരിക്കുക. ആരാണ് അവിടെ ഈ സ്ഥാപനത്തെ മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി ആ സ്ഥാപനത്തിൽ സതുദ്ദേശത്തോടു കൂടെ കൊണ്ടുവന്ന ഇതിൻ്റെ പൂർവികരായ നേതാക്കളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഈ സ്ഥാപനത്തെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവരൊക്കെ ആ സ്ഥാപനത്തിൽ നിന്ന് പിഴുതെറിഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തെ സമസ്തയുടെ ഉറച്ച നിലപാടോടുകൂടെ സയ്യിദ് മുഹമ്മദ് ഹാജിയും അസ്ഹരി തങ്ങളും ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദും ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദൊക്കെ സ്വപ്നം കണ്ട സമസ്തയുടെ ആസ്ഥാന മന്ദിരമായിട്ട് തന്നെ ഉറപ്പിച്ചു നിർത്താൻ തൃശ്ശൂർ ജില്ലക്കാരായ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന എല്ലാ സത്യവിശ്വാസികളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങണം, എന്നിട്ട് സംരക്ഷിച്ചു നിർത്തണം. എന്ത് ബാഹ്യശക്തികളുടെ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ടായാലും അതിനൊന്നും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സുന്നത്യമായത്തിൻ്റെ ആദർശത്തെ സംരക്ഷിക്കാൻ എന്ന നിയത്തോടുകൂടെ ഉറച്ചു നിന്ന് ആ സ്ഥാപനത്തെ സംരക്ഷിച്ചേ പറ്റൂ എന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്.